السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വയസ്സിൽ ഒരു വയസ്സ് കൂടെ നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. അഥവാ നമുക്കും ഈ പ്രപഞ്ചത്തിനും ഈ ലോകത്തിനും തന്നെയും ഒരു പുതുവർഷം പുലരുകയാണ്. ഹിജ്റ വർഷം 1447 നമ്മൾ പ്രവേശിക്കുകയാണ്. അത്ര 1447 പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം പൂർത്തീകരിച്ച് പോയിട്ട് 1447 വർഷമായി എന്ന് ചുരുക്കം. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്ന മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ നിന്ന് ഉയർന്നു പോയിട്ട് 2024 വർഷം കഴിഞ്ഞു. ക്രിസ്താബ്ദം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തെയും ഹിജ്റാബ്ദം മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെയും സൂചിപ്പിക്കുന്നു എന്നർത്ഥം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാനപരമായ എല്ലാ കാര്യങ്ങൾക്കും ഹിജ്റ വർഷത്തെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത്. അതാണ് ഹിജ്റ വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മതപരമായ എല്ലാ അനുഷ്ഠാന കാര്യങ്ങളും ദീനിന്റെ എല്ലാ അനുഷ്ഠാനപരമായ കാര്യങ്ങളും ഹിജ്റ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ്-സമാവാതി വൽ അർളി മിൻഹാ 4 ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. സൂറത്തുൽ അൻഫാലിലെ 36-ാമത്തെ വചനമാണ്. അതിന്റെ അർത്ഥം ഇന്ന ഇദ്ദത്തശ്ശുഹൂർ, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ 12 ശഹ്റൻ 12 ഫീ കിതാബില്ലാഹി, അല്ലാഹു അങ്ങനെയാണ് അല്ലാഹുവിന്റെ കിതാബിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഏത് മുതൽ? യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ എണ്ണപ്പെട്ട മാസം 12 മിൻഹാ 4 ഹുറും, അതിൽ പവിത്രമായ 4 മാസങ്ങളുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം, ഇങ്ങനെയാണ് വിശുദ്ധ ദീനിനെ വ്യവസ്ഥപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ വിശുദ്ധ ദീനിന്റെ നിയമാവലികൾ കൃത്യമായി പരിഗണിക്കേണ്ടതും പരിപാലിക്കേണ്ടതും ഈ മാസങ്ങളെ, ഈ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് ഫലാ തള്ളിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. വഖാതിലുൽ മുശ്രികീന കാഫ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട് വേണ്ടുവോളം പോരാട്ടം നടത്തണം. കമാ യുഖാതിലൂനകും കാഫ, എപ്പോൾ? അവർ നിങ്ങളോട് പോരാട്ടം നടത്തുമ്പോൾ മാത്രം. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിശ്ചയം അല്ലാഹു തആല മുത്തഖീങ്ങളുടെ കൂടെയാണ്. ഈ ആയത്തിന്റെ പൊരുള് വിശ്വാസികൾ
അവരുടെ ആരാധനാപരമായ കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തേണ്ടത് ഹിജ്റ വർഷത്തെയാണ് എന്ന് മനസ്സിലാക്കി തരലാണ്. അതോടൊപ്പം ഈ 12 മാസത്തിൽ ഒരു 4 മാസം വിശുദ്ധമായ പവിത്രമായ മാസമുണ്ട്. ആ മാസത്തെ ഓർമ്മപ്പെടുത്തലാണ്. ആ 12 മാസത്തിൽ 4 മാസം പവിത്രമായ 4 മാസം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്നദത്ത് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് എന്ന് പറഞ്ഞാൽ മിൻഹാ അർബഅത്തുൻ ഹുറും 4 പവിത്രമായ മാസം എന്ന് പറഞ്ഞാൽ അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല നബി തങ്ങൾ പറഞ്ഞു, ആ 4 മാസം സലാസത്തും മുതവാലിയാത്തുൻ 3 മാസം തുടരെയുള്ള മാസമാണ്. ഒന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, മറ്റൊന്ന് മുഹറം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇപ്പം നമുക്ക് കഴിഞ്ഞു പോയ 3 മാസം. ദുൽഖഅദ കഴിഞ്ഞു, ദുൽഹിജ്ജയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, മുഹറമാണ് നാളെ നമുക്ക് വരാൻ പോകുന്നത്. ഇതാണ് പവിത്രമായ 3 മാസങ്ങളിൽ 4 മാസത്തിൽ 3 ഒന്ന് റജബുൻ, അഥവാ വിശുദ്ധ റമളാൻ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള റജബ് മാസം. ഇതാണ് ഈ പവിത്രമായ 4 മാസങ്ങൾ. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല. ലാ തജ്അലൂ ഹറാമഹാ ഹലാല, അതിലെ ഹറാമുകളെ നിങ്ങൾ ഹലാലാക്കാൻ പാടില്ല. വലാ ഹലാലഹാ ഹറാമ, അതിലെ ഹലാലുകളെ നിങ്ങൾ ഹറാമും അതിലെ ഹറാമുകളെ നിങ്ങൾ ഹലാലുമാക്കാൻ പാടില്ല. കമാ ഫഅല അഹ്ലുൽ ശിർക്ക്, ശിർക്കിന്റെ അഹ്ലുകാർ ചെയ്തതുപോലെ എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഈ പവിത്രമായ മാസത്തെ നാം തിരിച്ചറിയുക. മുഹറം മാസം പിറക്കുമ്പോൾ ആ മുഹറം മാസത്തിന്റെ സവിശേഷതകൾ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ പ്രവർത്തിക്കാനും അതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനുമുള്ള തൗഫീഖ് നൽകപ്പെട്ട യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.